വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് വീട്ടിലേക്ക് വന്നു. വേറെ ആരുമല്ല, എൻ്റെ സ്കൂൾ മേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എത്രയോ വർഷത്തിന് ശേഷം, ഏകദേശം ഒരു 16, 17, 18 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വർഷത്തിന് ശേഷം കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2 ഫാമിലിയാണ് കേട്ടോ ഉള്ളത്. ഈ കാണുന്നതാണ് ഫെബി. പേര് ഫെബീന എന്നാണ്, ഞങ്ങൾ ഫെബി എന്ന് വിളിക്കും. അപ്പോൾ അവളും 3 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂടെ പഠിച്ച നൗഫൽ, ഇതാണ് കേട്ടോ നൗഫലും പിന്നെ വൈഫും. ഇപ്പുറത്തിരിക്കുന്നത് വൈഫാണ്. വൈഫും 2 മക്കളും ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. വന്ന ഉടനെ തന്നെ നമ്മൾ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ എന്ന് കരുതി ഞങ്ങൾ മന്തിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മന്തിയും അൽഫാമും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അസ്മൽക്കാക്കയും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. പിന്നെ ഇതാ ഫെബിൻ്റെ മോളാണ് കേട്ടോ. ഏകദേശം ഒരു 8-9 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഫെബി മോളെ കളിപ്പിക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നിന്ന് തരാൻ വേണ്ടിയിട്ട്. നമ്മൾ പല പ്രാവശ്യം ഒത്തുകൂടണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നും പറ്റിയില്ല. ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണല്ലോ. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നൗഫൽ 2 ദിവസം കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനിടക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ. തികച്ചും പ്രതീക്ഷിക്കാതെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും വന്നതിലും കണ്ടതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ വന്നതുകൊണ്ട്. അതും ഇവർ വീട്ടിലേക്ക് വന്നത് നമ്മളെ വീടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നതാണ്. കൊടുവള്ളിയാണെന്ന് അവർക്ക് അറിയായിരുന്നു, അതുപോലെ ചുണ്ടപ്പുറം ആണെന്നും അറിയായിരുന്നു. നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണല്ലോ. അപ്പോൾ ആ വീഡിയോൻ്റെ വഴിയൊക്കെ നോക്കി അങ്ങനെ കണ്ടുപിടിച്ചാണ് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൗഫലിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ ഒടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, അവർക്കും കൂടെ ഉള്ളതുണ്ട്. അപ്പോൾ നമുക്കുള്ള മാങ്ങയൊക്കെ കവറിലാക്കി തരുവാണ് കേട്ടോ. വഴി അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെ വന്നിട്ടുള്ളതായതുകൊണ്ട് വീടിൻ്റെ കുറച്ച് ദൂരെ മാറി നിന്നായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയായിരുന്നു. അങ്ങനെ ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്നു നമ്മൾ അവിടുന്ന്. പിന്നെ ഫെബിൻ്റെ മോളെ പേര് നല്ല അടിപൊളി പേരാണ് കേട്ടോ. 4-5 പേരുണ്ട്. പേര് എന്നോട് മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാത്തത്. അപ്പോൾ ഇനി കാണുമ്പോൾ ഏതായാലും പറയാം. അപ്പോൾ എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷം കണ്ടതിലും വന്നതിലും ഒക്കെ. ഇത് ഫെബിൻ്റെ മോളും മോനും ആണ് കേട്ടോ. 2-3 മാസത്തിനുള്ളിൽ തന്നെ മോളെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും അവർ പോയ ശേഷം ഞാനും അനൂസും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.